ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ ആണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാറ്. നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് വേരോട്ടം കിട്ടാനും അതേപോലെ തന്നെ നന്നായിട്ട് വളരാനും വേണ്ടി മണ്ണ് എളുപ്പമുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ചിന്തേറ് പൊടിയാണ്. നമ്മുടെ ഈ മരപ്പണി നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഈ പൊടി കിട്ടും. പൊടി എന്ന് വെച്ചാൽ തീരെ നൈസായിട്ടുള്ള അറക്കപ്പൊടിയല്ല, നമ്മുടെ ഈ മരമൊക്കെ പ്ലെയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ചിന്തേറ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വേസ്റ്റാണ് കേട്ടോ. എന്നാൽ തീരെ ചെറിയ പൊടിയല്ല, ചെറിയ ചെറിയ പീസുകളായിട്ട് ഉള്ളത് കിട്ടും. അത് നമുക്ക് ഈ ചകിരിച്ചോറിന് അല്ലെങ്കിൽ മണലിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ തീരെ നൈസ് പൊടിയാണല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിയ പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടും. അതേപോലെ തന്നെ വേരുകൾക്ക് നല്ല വേരോട്ടം നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് ഈ ചകിരിച്ചോറിൻ്റേതുപോലെയുള്ള ചിലവില്ല, നമുക്ക് ഒട്ടും ചിലവില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചിന്തേറ് പൊടി. നമ്മൾ അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ മരപ്പണി നടക്കുന്ന ആളുകൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും. ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അറിയുന്ന ഒരു സ്ഥലത്തു നിന്ന് പോയി നമ്മളൊരു ചാക്ക് സാധനം എടുത്തിട്ട് വന്നതാണ്. ഇത് കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് ഈ ചിന്തേറ് പൊടി കിട്ടുക. അപ്പോൾ നമുക്ക് നമുക്ക് അവിടെ നിന്ന് വാരിക്കൊണ്ട് വരാം. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വേസ്റ്റ് ആണല്ലോ, അവർക്ക് അത് ഒഴിവാക്കി കളയുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒറ്റ രൂപ പോലും മുടക്കിയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് എല്ലാ ടൈപ്പ് മരങ്ങളുടെയും ഈ പൊടി ഉണ്ടാവും. അപ്പോൾ ചില മരങ്ങളുടെ കറ നമ്മുടെ ചെടികൾക്ക് ദൂഷ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മളിത് വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതേപോലെ വെയിലത്തിട്ടൊന്ന് ഡ്രൈ ആക്കി ഇടുക. അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യാമായിരിക്കാം, പക്ഷേ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചെടികൾ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഇതേപോലെ തന്നെ കഴുകി എടുക്കുന്നതായിരിക്കും സേഫ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്നൊരു ദിവസം വെള്ളത്തിലിട്ടിട്ട് 2 പ്രാവശ്യം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് കഴുകി എടുത്ത പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ചേർക്കുന്നത് നമ്മളിവിടെ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഏതാണ്ട് നമുക്ക് ഒരളവ് അറിയാമല്ലോ, നമ്മൾ ഈ ചകിരിച്ചോറ് ചേർക്കുന്ന ഒരളവ് നമുക്കുണ്ടല്ലോ. ഏതാണ്ട് മണ്ണും ഈ ചിന്തേറ് പൊടിയും ഒരേ അളവിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ വളം ചേർത്ത് കൊടുത്തേക്കുന്നതാണ്. നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ട് കൊടുത്ത മണ്ണാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള മണ്ണിലോട്ട് നമുക്ക് ഈ ചിന്തേറ് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ നമ്മുടെ ചകിരിച്ചോറ് ചേർക്കുന്ന അതേ രീതിയിൽ തന്നെ. അപ്പോൾ ഇത് കുറച്ചും കൂടി എന്ന് വെച്ചാൽ നമുക്ക് ചിലവ് കുറവാണല്ലോ. അതാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഈ ചിന്തേറ് പൊടി എപ്പോഴും നമ്മൾ കഴുകി അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. എല്ലാ ടൈപ്പ് മരങ്ങളുടെയും മിക്സായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് മരങ്ങളുടെയും കറകളും ചിലപ്പോൾ നമ്മുടെ ചെടികൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നീട് നമുക്ക് എല്ലാം നമ്മൾ മറ്റ് ചകിരിച്ചോറ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇത് വന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും കേട്ടോ. കാരണം പറഞ്ഞാൽ ഈ ചിന്തേറ് പൊടിക്ക് ഒട്ടും വെയിറ്റ് ഇല്ലല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഈ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാനുള്ള, നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. നന്നായിട്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. ഒരു ദിവസം ഞാൻ ഉണക്കിയെടുത്തതാണ്. ഒരു ദിവസം ഉണക്കിയിട്ടൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു നനവുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ചെടികൾക്ക് നല്ലതാണല്ലോ. ആ നനവ് കംപ്ലീറ്റ് ആയിട്ട് പോവാതിരിക്കുന്നത് തന്നെയാണല്ലോ നല്ലത്. അപ്പോൾ അതേപോലെ ഞാൻ ഇത് മിക്സ് ചെയ്ത് ഈ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത്, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു തക്കാളി തൈ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നട്ടു കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ട് ഇത് കണ്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല നമുക്ക്. ഈ പോട്ടി മിക്സ് ചേർത്ത് ഈ ചിന്തേറ് പൊടി ചേർത്ത് നമ്മൾ ഈ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ ഒക്കെ വെക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ മണ്ണിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതിപ്പോൾ ഈ മണ്ണിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതലായിട്ടും ചിന്തേറ് പൊടി ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇത് ഒറ്റ കൈ കൊണ്ട് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണം. പിന്നെ നമുക്കിതിൻ്റെ കാശ് മുടക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തേക്കുന്നതാണല്ലോ.
അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഫംഗസ് ബാധകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചകിരിച്ചോറ് വെള്ളത്തിലിടുന്ന സമയത്ത് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ മണ്ണ് മാത്രമാണ് ട്രീറ്റ് ചെയ്യാറുള്ളൂ. നമ്മൾ ഈ ചിന്തേർ പൊടി വാങ്ങിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം കഴുകിയെടുക്കാതെ നല്ല വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കൂടി കഴുകിയിട്ട് 1-2 ദിവസം വെയിലത്തിട്ട് ഉണക്കി നമുക്ക് ചാക്കി കെട്ടി വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുകയും ചെയ്യാമല്ലോ. എല്ലാ ദിവസവും വെയിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2-3 ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ളതാണ് കഴുകി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ കിട്ടുന്നത് ഒരു ചാക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. പിന്നെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ മാത്രം നമ്മളത് എടുത്താൽ മതിയല്ലോ. പിന്നെ ഇപ്പം നമുക്ക് എല്ലാം ഞാനിപ്പോൾ ഈ ക്യാനുകളിൽ നടന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ താഴെ നടാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഈ സാധനങ്ങൾ പലകകൾ മണൽ മെറ്റിലൊക്കെ ഇങ്ങനെ കിടക്കണ കാരണം ഞാനിപ്പോൾ ഗ്രോ ബാഗിൽ ഈ ക്യാനുകളിൽ മാത്രം കൃഷി ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. നമുക്ക് വിപുലമായിട്ട് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്ക് താഴെയൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കൂടി ആശംസിക്കുന്നു.